ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ആഴ്ചത്തെ റീഡിംഗ് വ്ലോഗുമായിട്ടാണ്. ഈ ആഴ്ച ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത 2 ബുക്സ് ആണ് ഈ വ്ലോഗിൽ ഞാൻ വായിക്കാൻ പോകുന്നത്. ദ 5 സർവൈവ് ബൈ ഹോളി ജാക്സൺ. ഞാൻ പ്രമിസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സോ ഒരു ബഞ്ച് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ് ഒരു വലിയ വെഹിക്കിൾ, കിച്ചണും ടോയ്ലറ്റും ഒക്കെ ഉള്ള വലിയൊരു വണ്ടിയില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു RV എന്നാണ് അവർ ഇതിൽ പറയുന്നത്. സോ അങ്ങനെ ഒരു RVയിൽ ഒരു ബഞ്ച് ഓഫ് കിഡ്സ് അവരൊരു ക്യാമ്പ് സൈറ്റിലേക്ക് പോവാണ്. സോ അവരുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്യുള്ളൂ, കാരണം അവരൊക്കെ ഫ്ലൈറ്റിനാണ് ട്രാവൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതിലെ മെയിൻ ക്യാരക്ടർ റെഡിന് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായ റെഡിന്റെ കാരണം ഇവര് എന്താ പറയാ ഒരു RV ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ പോകുന്നത് ഡ്രൈവ് ചെയ്തിട്ട്. 6 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. മെയിൻ ക്യാരക്ടറാണ് റെഡ് ത്രൂ ആണ് നമുക്ക് ഈ സ്റ്റോറി ഒക്കെ കിട്ടുന്നത്. പിന്നെ റെഡിനോട് ഒരു കുറച്ച് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗൈ ആണ് ആർത്തർ. പിന്നെ അവർ രണ്ടുപേരും നല്ല കിഡ്സ് ആണ്. അടുത്തത് ഇനി മാഡിയുടെ ബ്രദർ ഒലിവർ. അപ്പോൾ മാഡി എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു ഫിഷിനെസ് ഉണ്ട്. ഒലിവ് കുറച്ചൊരു ബാഡ് ക്യാരക്ടറാണ്. പിന്നെ സൈമൺ വേസ്റ്റഡ് ആണ്. പിന്നെ ഉള്ള ഒരു ക്യാരക്ടർ റെയിൻ. സോ റെയിനെ ഒലിവറിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. സോ ഈ 6 പേരാണ് ഈ ഒരു ട്രിപ്പിൽ പോകുന്നത്. അങ്ങനെ അവര് ഓൺ ദ വേ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലം വെച്ചിട്ട് അവർക്ക് സിഗ്നലൊക്കെ ലോസ്റ്റ് ആവും. അവരെ ഫോണിലൊന്നും സിഗ്നൽ ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് അവരറിയാതെ ഒരു ടേൺ എടുക്കും. അപ്പൊ അവരറിയാതെ അങ്ങോട്ട് ടേൺ എടുത്തതിന് ശേഷം ആ ഒരു വഴി എന്ന് പറഞ്ഞ ഒരു നാരോ ലെയിനാണ്. സോ അവർക്ക് അവിടെ ഇട്ട് വളക്കാനൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അവർ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ടയർ പഞ്ചറാവും പെട്ടെന്ന്. അങ്ങനെ അവർ അവിടെ പെടും. ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അവർ തിരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഒരു ഫ്രണ്ടിലുള്ള 2 ടയർ പഞ്ചറാവും. സോ അവർ ആകെ കൺഫ്യൂഷൻ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടയർ ഇങ്ങനെ പഞ്ചറാവുക, അതും അവിടെ അങ്ങനെ കാണത്തക്ക രീതിയിൽ വലിയ കല്ലോ ഗ്ലാസ് മെറ്റീരിയൽസോ ഒന്നുമില്ല. അപ്പോഴാണ് റെഡ് ഇത് നോട്ടീസ് ചെയ്യുന്നത്. ലൈക്ക് ആരോ ദൂരെ നിന്നിട്ട് അവരെ എയിം ചെയ്യുന്നുണ്ട്, കാരണം ഒരു ലേസർ ഡോട്ട് കാണുന്നുണ്ട്. സോ അത് കാണുമ്പോൾ അത് ടാർഗറ്റ് ചെയ്യുന്ന അവരുടെ ഫ്യൂൽ ടാങ്കുമേലാണ്. അപ്പൊ അതിനുശേഷം പിന്നെ അവർക്ക് ഇനി ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അവര് പെട്ടിക്കണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ആൻഡ് ആരാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരവിടെ പെടണം എന്ന് വിചാരിച്ച് പേർപ്പസ്ലി അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർക്ക് മനസ്സിലാവുക. എന്തുകൊണ്ടാണ് ആരോ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നൊന്നും അവർക്ക് അറിയില്ല. പെട്ടെന്ന് അവർ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോഴവര് തമ്മിൽ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ റെഡ് കാരണമാണ്, കാരണം റെഡ് കാരണമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിന് വരേണ്ടി വന്നത്. ചിലർ പറയും റെയിന് കാരണം റെയിനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നു. സോ അങ്ങനെ എന്താ പറയാ, ഇവരൊക്കെ യങ് സ്റ്റുഡൻസ് അല്ലേ. സോ അവരിങ്ങനെ അവരുടെ ആ ഒരു പാനിക്കിൽ അവരാകെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈന്റ് ഒക്കെ ചെയ്യൽ തുടങ്ങും. ഇനിയാണ് കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അങ്ങനെ അവർക്ക് എന്തായാലും അന്ന് രാത്രി ഫുൾ അവർക്ക് അവിടെ തങ്ങേണ്ടി വരും, കാരണം പുറത്തിറങ്ങി അവർക്ക് പേടിയാണ്. കാരണം ഈ ആരാണോ ഇവരെ എയിം ചെയ്യുന്നത് അവർക്ക് ഒറ്റ നിമിഷം മതി ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ. സോ ഇവർ ആദ്യം വിചാരിക്കുമ്പോൾ ഇവർ ട്രെസ് പാസ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഇത് ആരുടെ സ്ഥലമാണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവർ ഈ ട്രെസ് പാസ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ ശ്രമിക്കുന്നതെന്നൊക്കെ ഇവരുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ അവര് എങ്ങനെയെങ്കിലും അവരുടെ ആ വിൻഡോസ് ഒക്കെ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവരെ കയ്യിലുള്ള ലഗേജിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ മാക്സിമം വിൻഡോസ് ഒക്കെ കവർ ചെയ്ത് അങ്ങനെ ടോട്ടലി ക്ലോസ്ഡ് ആക്കിയിട്ട് അവർ ആ രാത്രി എങ്ങനെയെങ്കിലും കടന്നു പോകണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. സോ ഈ ബുക്ക് ത്രൂ ഔട്ട് ഒരു രാത്രിയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കളി തുടങ്ങുന്നത്. ലൈക്ക് ഒരു വാക്കി ടോക്കി അവർക്ക് കിട്ടും. അപ്പോൾ അത് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അവരുടെ വൺ ഓഫ് ദ മിററുമായിട്ട്. സോ അവരത് എടുത്തു കൊണ്ടുവരും. ആൻഡ് ദെൻ ദേ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. സോ ഇത് കില്ലറാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അവർ ആ കില്ലറിനായിട്ട് സംസാരിക്കുമ്പോൾ കില്ലർ പറയും എനിക്ക് നിങ്ങളിൽ ഒരാൾക്ക് എന്തോ സീക്രട്ട് അറിയാം, അപ്പൊ ആ ഒരു സീക്രട്ടാണ് എനിക്ക് അറിയേണ്ടതെന്ന് അത്രേ ആ കില്ലർ പറയുന്നുള്ളൂ. അപ്പോഴാണ് ഡ്രാമ സ്റ്റാർട്ട്സ്. അപ്പോൾ നമുക്ക് അറിയാം എല്ലാവരും എന്തൊക്കെയോ സീക്രറ്റ്സ് ഉണ്ട്. ഈവൻ റെഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ വായിക്കുന്നത്. റെഡിനും സീക്രറ്റ്സ് ഉണ്ട് വിച്ച് വി ഡോണ്ട് നോ. സോ എല്ലാവരുടെ ആ ഒരു സീക്രട്ട് ഇനി പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കണം ഇനി നെക്സ്റ്റ് കപ്പിൾ ഓഫ് പേജസ്. ഇറ്റ്സ് ഗ്രേറ്റ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാം. ബട്ട്
മെയിൻ ക്യാരക്ടറിന് എനിക്ക് എന്തോ ഇഷ്ടമാവണില്ല. റെഡ് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഫോക്കസ്ഡ് അല്ല തീരെ. ആസ് എ ക്യാരക്ടർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചില സമയത്ത് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയാ, എല്ലാവരും ഇങ്ങനെ പാനിക്കായി നിൽക്കട്ടോ. അങ്ങനെ ആ ഒരു എയിം ചെയ്തതിന് ശേഷം, ആ ഒരു ഷോട്ട് കേട്ടതിന് ശേഷം ഭയങ്കര പാനിക്കായ ഒരു സമയത്ത് അവളിങ്ങനെ കർട്ടൻ നോക്കിയിട്ട് അവളിങ്ങനെ ചിന്തിക്കാം, ഈ കർട്ടൻ എന്ത് ഡിസൈനാ, ഈ ഡിസൈൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സോ അങ്ങനെയൊക്കെയാണ് ലൈക്ക് അവളുടെ ആ ഒരു ബ്രെയിനിലൂടെ പോകുന്ന കാര്യങ്ങൾ, അവളുടെ ആ ഒരു ഇന്നർ തോട്ട്സ് വായിക്കുമ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക, ഒരു ദേഷ്യം, ലൈക്ക് അവൾക്ക് ഇതിനൊരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. ഐ ഡോണ്ട് നോ, ആസ് എ മെയിൻ ക്യാരക്ടർ എന്താ പറയുക, അവൾക്ക് കുറച്ചും കൂടി ഒരു സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ഒരു ബ്രേവ് അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് വേണമായിരുന്നു, എന്തെങ്കിലും ഒന്ന് വേണമായിരുന്നു. സോ അതെനിക്ക് എന്തോ ഒരു ഇഷ്ടമാണില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഗുഡ്. പിന്നെ എനിക്കൊരു സജഷൻ എന്താ വെച്ചാൽ, ലൈക്ക് ഇതിൽ നമുക്ക് റെഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ കിട്ടുന്നു. നമുക്ക് ഓരോരുത്തരും പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിഫറെന്റ് സീക്രറ്റ്സ് നമുക്കറിയാം, ബട്ട് അവർ തമ്മിൽ പറഞ്ഞിട്ടില്ല. സോ ആ ഒരു സിനേരിയോ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ. ബട്ട് നോ, നമുക്ക് റെഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ലെറ്റ്സ് സീ, മേ ബി ഇറ്റ് വിൽ ബിക്കം മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. അവരുടെ ആ ഒരു സീക്രറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. So this is my first book and I'm now 150 pages ആയി. Maybe I'll finish it tomorrow അല്ലെങ്കിൽ day after tomorrow. അടുത്ത book I issued from library is Misery by Stephen King. സോ എപ്പോഴും സ്റ്റീഫൻ കിങ്ങിന്റെ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം ഭയങ്കര തിക്കായിരിക്കും സ്റ്റീഫൻ കിങ്ങിന്റെ ബുക്സ് ഒക്കെ. അപ്പോൾ എനിക്ക് ആ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടാവുന്നുണ്ട്. ബട്ട് മിസറി ഞാൻ വിചാരിച്ച പോലെയല്ല, ലൈക്ക് ഇറ്റ്സ് ഷോർട്ട്. അതും ലൈക്ക് ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് ഗുഡ് തിങ്സ് ഞാൻ ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഐ ലവ് സ്റ്റീഫൻ കിങ്. പെറ്റ് സെമെട്രി. സോ ആ ഒരു അതേ ലെവലിലുള്ള എക്സ്പെക്ടേഷൻ ആണ് എനിക്ക്. സോ ഇത് രണ്ടും ഞാൻ വായിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ, അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ 3-star റീഡ്. അപ്പോൾ ഈ ഒരു ഓതറിൽ നിന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഫീസിബിൾ ഓഡിയൻസ് അല്ലായിരുന്നു. കാരണം ഇതൊരു വയ്യ ബുക്കാണ്, കംപ്ലീറ്റ്ലി വയ്യ. ടീനേജേഴ്സ് ആക്ടിങ് ലൈക്ക് ടീനേജേഴ്സ്. സോ ഞാനൊരു അഡൾട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഐ എം കൈൻഡ് ഓഫ് ഓവർ ഏജ്ഡ് ഫോർ ദെയർ. അവരുടെ ആ ഒരു ബിഹേവിയറിനും അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എനിക്ക്. ബട്ട് അതെൻ്റെ ഒരു ഇഷ്യൂ ആണ്. കാരണം ഞാനൊരു ഫേവറബിൾ ഓഡിയൻസ് അല്ല ഒരു വയ്യ ബുക്കിന്. ബട്ട് ഗോയിങ് ഇൻ ടു ദിസ് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഓതറിന്റെ വേറൊരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡർ. അവള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിരുന്നു. സോ ഞാൻ അതന്നെയാണ് ഈ ഒരു ബുക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്തത്. സോ അതാണ് സംഭവിച്ചത്. ത്രൂ ഔട്ട് ഇത് സംഭവിക്കുന്നത് ഒരു രാത്രിയാണ് ഇതിലെ ഫുൾ സ്റ്റോറി. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഭയങ്കര ഇൻട്രീഗിങ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ആ ഒരു സീക്രറ്റ്സ് റിവീല്, എല്ലാവരുടെയും സീക്രറ്റ്സ്, അതൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതായിരുന്നു ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുമെന്ന്. പക്ഷേ സീക്രറ്റ്സ് റിവീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ചു. ലൈക്ക് ഒരു 350 പേജസ് എങ്ങാണ്ടുണ്ട്. അതിൽ 320 പേജ് വരെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആ സീക്രറ്റ്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ, ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സീക്രറ്റ്സ് ആയിരുന്നു. ഒലിവർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഒലിവർ ഭയങ്കര ഇൻസഫറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ടോളറേറ്റ് ചെയ്യാൻ വയ്യ, അത്രയും സഫർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. സോ റെഡിന്റെ റിവീൽസും ആയിട്ട് ഇങ്ങനെ വരുന്നതും ഒലിവർ പെട്ടെന്ന് റെഡാണ്, നീയാണ് എല്ലാത്തിനും കാരണം, നീ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം റെഡിന്റെ തലയിൽ അങ്ങനെ ബ്ലെയിം ചെയ്യാണ്. ഹീസ് ബുള്ളിങ് ഹെർ ആൻഡ് ടോർമെന്റിങ് ഹെർ. ബട്ട് റെഡ് ത്രൂ ഔട്ട് ഭയങ്കര വീക്ക് ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒലിവർ അങ്ങനെയൊക്കെ പറയുമ്പോൾ റെഡ് ഭയങ്കര ഈസി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ പോലെ എനിക്ക് തോന്നി. ഒലിവറിന്റെ, ഞാനിത് ഓഡിയോ ബുക്കായിട്ടാണ് കേൾക്കുന്നത്. ഒലിവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചു ആ ഒരു സ്നൈപ്പറിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒലിവറിന്റെ വായലോട്ടൊരു വെടി വെക്കാൻ പറ്റണമെങ്കിൽ അത്രയും സുഖമായിരുന്നു എന്ന്. അത്രയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ഒലിവറിന്റെ ക്യാരക്ടർ. ലൈക്ക് ആ ഒരു കാര്യം ഓതർ വിചാരിച്ചത് ശരിക്കും നടന്നുണ്ട്. കാരണം ഒലിവർ അത്രയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൈക്ക് ഞാൻ ആ ഒരു സ്നൈപ്പറിന്റെ ആയിരുന്നു റൂട്ട് ചെയ്തിരുന്നത്. എല്ലാവരെയും അങ്ങോട്ട് കൊന്നിട്ട് ആ ബുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമായിട്ടിരിക്കും. അത്രക്ക് ദേഷ്യം പിടിക്കാം ഒലിവറിന്റെ ക്യാരക്ടർ. അപ്പോൾ അതായിരുന്നു എനിക്ക് ഒരു 320 പേജ് വരെ അത് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ.
ആൻഡ് ദെൻ ആ പ്ലോട്ട് ട്വിസ്റ്റ് ഹിറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ വേറൊരു ഫോൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു പ്രതീക്ഷിച്ച ഡയറക്ഷനിൽ നമുക്ക് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ മച്ച് ഗുഡ്. ബട്ട് ദിസ് വാസ് ഡയറക്റ്റ്, ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഒരു പ്ലോട്ട് ട്വിസ്റ്റ്. പക്ഷേ പ്ലോട്ട് ട്വിസ്റ്റ് ഇനി പ്ലോട്ട് ട്വിസ്റ്റിന് സൈഡാക്കി നിർത്തിയിട്ട് പ്ലോട്ട് ട്വിസ്റ്റ് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല. അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന റീഡറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലല്ലായിരുന്നു പ്ലോട്ട് ട്വിസ്റ്റ്. അതാണ് എനിക്ക് പ്ലോട്ട് ട്വിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ചില കാര്യങ്ങളിൽ തീരെ ക്ലോഷർ ഇല്ലാത്ത പോലെ തോന്നി. ചില കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പ്ലോട്ട് ഹോൾസ് ഉണ്ട്. പിന്നെ ഒരു കർട്ടനിലുള്ള ഒരു പാറ്റേണിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും പിന്നെ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാത്തൊക്കെ പോലെ തോന്നി. അതുപോലെ നമ്മൾ ഇതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് നമ്മൾ ഇമോഷണലി കുറച്ച് അറ്റാച്ച്ഡ് ആവും. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് പേജസിൽ നമുക്ക് ശരിക്കും റെഡിൻ്റെ ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സോ അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. അതുപോലെ ഒലിവറിനോട് നമ്മൾ ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും നമ്മൾ കണക്റ്റഡ് ആണ്. പിന്നെ ആതറും കുഴപ്പമില്ല. ബാക്കി 3 ക്യാരക്ടേഴ്സിന് തീരെയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെ തോന്നി. സോ അതൊക്കെയാണ് ചെറിയ ചെറിയ നിറ്റ്പിക്സ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് വാസ് നോട്ട് ഗുഡ്. കാരണം ഒന്നാമത് നടുവിൽ നല്ല ബോറിംഗ് ആയിരുന്നു. പിന്നെ ഒലിവറിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് YA ബുക്കാണ്, ടീനേജേഴ്സ് ആണ്. സോ അതും എന്നെ ബഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് പ്ലോട്ട് ട്വിസ്റ്റും എനിക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാത്തത് കൊണ്ടാണ് ഇറ്റ്സ് എ 3 star റീഡ്. ബട്ട് ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് നോട്ട് എ വർത്തി റീഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ത്രില്ലർ. ഇനി ദ നെക്സ്റ്റ് ബുക്ക് ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഈസ് സ്റ്റീഫൻ കിങ് മിസറി. ഇത് ഞാൻ വായിച്ചിട്ട് അധികം എത്തിയിട്ടില്ല, ലൈക്ക് 26 പേജ് എത്തിയിട്ടുള്ളൂ. സോ ഇതെനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, ഭയങ്കര ക്യൂരിയസ് ആവുന്നുണ്ട്. കാരണം ഇതിൽ മെയിൻ ക്യാരക്ടറാണ് പോൾ. അപ്പോൾ പോൾ ഒരു ഓതറാണ്. അപ്പോൾ പോളിനൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റിന് ശേഷം പിന്നെ പോൾ എണീക്കുന്നത് ഒരു സ്ട്രേഞ്ച് വീട്ടിലാണ്. അപ്പോൾ പോളിന് അറിയില്ല എന്താ സംഭവിച്ചത്. പോളിന് ആ ഒരു ആക്സിഡന്റ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് പോളിന് ക്ലിയർ അല്ല. അപ്പോഴാണ് പിന്നെ പോൾ മനസ്സിലാക്കുന്നത് പോളിനെ രക്ഷിച്ചത് ഒരു ലേഡിയാണ്. ആൻഡ് ഹെർ നെയിം ഈസ് ആനി. സ്റ്റീഫൻ കിങ്ങിൽ ഇതിൽ ആനീനെ പറ്റി കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അവളുടെ ഫിസിക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കുറച്ചൊരു അൺഅട്രാക്റ്റീവ് ആയിട്ട് കുറച്ച് തടിച്ചിട്ടൊക്കെ ഉള്ള ഒരാളായിട്ടാണ്. അപ്പോൾ ആനി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്തിനാണ് പോളിനെ ആനിയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പോളിന് അറിയില്ല. പോളിന് അത് ചോദിക്കാൻ പോലും പേടിയാണ്. കാരണം പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി അവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവളാണ് മെഡിസിൻ കൊടുക്കുന്നതും ഒക്കെ. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കിഡ്നാപ്പ് ഒക്കെ പോലെയാണ്. കാരണം അവള് ആരോടും ഈ പോളിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടില്ല. പോളിന്റെ ഫാമിലീനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവള് നേരിട്ട് പോളിനെ അവിടുന്ന് രക്ഷിച്ചിട്ട് അവളെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ നടക്കുന്നത്. ലൈക്ക് ആസ് ഐ സെഡ്, ഇറ്റ്സ് എ സ്ട്രേഞ്ച് സ്റ്റോറി ആൻഡ് ഐ എം സോ ക്യൂരിയസ് ടു നോ വാട്ട് ഹാപ്പൻസ്. സോ ഐ വിൽ അപ്ഡേറ്റ് യു വൺസ് ഐ റീഡ് ദിസ് വൺ. ഹലോ, സോ ഒരു കുഞ്ഞ് അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. ഐ എം റിയലി എൻജോയിങ് ദിസ് ബുക്ക്. പൊതുവെ സ്റ്റീഫൻ കിങ്ങിന്ന് ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് എനിക്ക് ഈ ബുക്കിലും ഡെലിവർ ആവുന്നത്. ലൈക്ക് പെറ്റ് സെമെട്രിയിൽ എനിക്കൊരു വേറെ വൈബായിരുന്നു. ബട്ട് ഇൻ ദിസ് ഇത് വേറൊരു ഫീലിംഗ് ആണ്. സോ വാട്ട് എവർ സ്റ്റീഫൻ കിങ്ങിൻ്റെ റൈറ്റിങ്ങിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് ഹീ നോസ് ഒരു റീഡറിനെ എത്രത്തോളം ഡിസ്റ്റർബിങ് ആക്കാമെന്ന് കറക്റ്റായിട്ട് സ്റ്റീഫൻ കിങ്ങിനെ അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞു തന്നിട്ടില്ല. നൗ ഞാൻ പാർട്ട് 2 എത്തി. സോ എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്താണ് സ്റ്റോറിന്ന്. ഇതിൽ മെയിൻ ക്യാരക്ടർ പോൾ ഒരു റൈറ്ററാണ്. അപ്പോൾ അവൻ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. അവന് എഴുതിയ ഒരു ബുക്കാണ് മിസറി. സോ ആ മിസറി ഒരു സീരീസാണ്. ആൻഡ് അവനക്ക് ആ ഒരു സീരീസിൽ വലിയ താല്പര്യമില്ല. അവന് ഡിഫറെൻറ്റ് തിങ്സ് ട്രൈ ഔട്ട് ചെയ്യാനാണ് ഇഷ്ടം ആസ് എ റൈറ്റർ. ബട്ട് അവനക്ക് കിട്ടുന്ന ഒരുപാട് ഫാൻ മെസ്സേജസ് ആർ ലൈക്ക് വേറെ ഏത് ബുക്ക് അവൻ എഴുതിയാലും ലൈക്ക് അവനക്ക് ഒരു ഫാൻ മെസ്സേജ് അയക്കും. ലൈക്ക് ഈ ബുക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് മിസറി സീരീസിലാണ് താല്പര്യം, സോ പ്ലീസ് കണ്ടിന്യൂ ദാറ്റ്. അങ്ങനെ പറയുമ്പോൾ അവനക്ക് എന്താ പറയുക, മിസറി സീരീസിനോടൊരു
ഒരു വെറുപ്പ്, ലൈക്ക് ഹീസ് ടയേർഡ് ഓഫ് മിസറി സീരീസ്. അപ്പോൾ അവന് വിചാരിക്കും ലാസ്റ്റ് മിസറിയുടെ ഒരു എൻഡിങ് ബുക്ക് എഴുതിയിട്ട് ഈ മിസറി സീരീസിന് ഒരു എൻഡിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് മിസറി ബുക്ക് എഴുതുന്നത്. ആൻഡ് ദെൻ മിസറി ഈസ് ഡെഡ് ഇൻ ദാറ്റ് ബുക്ക്. 2 കൊല്ലം എടുത്തിട്ട് അവൻ വേറൊരു ബുക്ക് എഴുതും. അപ്പൊ അവൻ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു ഹാപ്പിനെസ്സിൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആ ഡ്രാഫ്റ്റുമായിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് അവന് ആക്സിഡന്റ് ആവുന്നത്. ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ അവനെ രക്ഷിക്കുന്ന നേഴ്സാണ് ആനി വിൽക്കസ്. സോ ഈ ആനി വിൽക്കസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നട്ട് കേസാണ്. ഷീ ഈസ് ഡെലൂഷണൽ ആൻഡ് ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് മിസ് ആൻഡ് ഷീ ഈസ് ഹിസ് നമ്പർ 1 ഫാൻ. സോ ഒരു ഫാൻ ചില സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യൽ നമുക്കറിയാലോ, ദേ ആർ ഒബ്സസ്ഡ്, ദേ ആർ സെൻസിറ്റീവ്, അവർക്ക് ആ ഇമോഷൻ താങ്ങാൻ കഴിയാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഒരു സീൻ പറഞ്ഞുതരാം. ഒരു സീനിൽ ലൈക്ക് അവന് പറയുക, അവൻ്റെ ഡ്രാഫ്റ്റ് അവള് വായിക്കും, പുതിയ ബുക്കിൻ്റെ ഡ്രാഫ്റ്റ് അവൾ വായിക്കും. ആൻഡ് ഷീ ഈസ് ലൈക്ക് എനിക്ക് ഈ ബുക്ക് ഇഷ്ടമല്ല, യു ഷുഡ് കണ്ടിന്യൂ മിസറി. ആൻഡ് ഹീസ് ലൈക്ക് നോ, ഞാൻ ഒരുപാട് കാലം എൻ്റെ 2 വർഷം ഞാൻ ഇട്ടു, എൻ്റെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആ ബുക്കിലുണ്ടെന്ന് പറയുമ്പോൾ ഷീ ഗെറ്റ്സ് ആംഗ്രി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറയും, ആ സൂപ്പ് ബോൾ എടുത്തിട്ട് ഒറ്റയേറ ഒരു റൂമിൻ്റെ മുന്നിലേക്ക്. ആൻഡ് ദെൻ അവനക്ക് പെയിൻ കില്ലർ കൊടുക്കില്ല ആ ഒരു ദിവസം. ആൻഡ് ഹീ സഫറിങ് ത്രൂ പെയിൻ. ഈ സൂപ്പ് ബോൾ എറിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ അവൾ ഈ സൂപ്പ് ബോൾ എറിഞ്ഞ സ്ഥലം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ക്ലീൻ ചെയ്യാനൊരു ബക്കറ്റും ഒരു തുണിയായിട്ട് വരും. ആൻഡ് ദെൻ 1 മണിക്കൂറോളം അവൾ അത് റബ്ബ് ചെയ്യും, പിന്നെ റിൻസ് ചെയ്യും, റബ്ബ് ചെയ്യും, റിൻസ് ചെയ്യും, വെള്ളം മാറ്റും, റബ്ബ് ചെയ്യും, റിൻസ് ചെയ്യും, വെള്ളം മാറ്റും. അപ്പോൾ അവന് തലേ ദിവസം തൊട്ട് അവന് ആ പെയിൻ കില്ലർ കിട്ടിയിട്ടില്ല. സോ ഹീസ് സഫറിങ് ത്രൂ ദ പെയിൻ. ഹീസ് ലൈക്ക് ബെഗിങ്, എനിക്ക് മെഡിസിനും തരും, മെഡിസിനും, ബട്ട് ഷീസ് ലൈക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് തരാം. ആൻഡ് ദെൻ ഷീസ് ലൈക്ക് 1 മണിക്കൂറോളം റബ്ബ് ചെയ്യുക, റിൻസ് ചെയ്യുക, റബ്ബ് ചെയ്യുക, റിൻസ് ചെയ്യുക. ആൻഡ് ദെൻ അവൻ്റെ അടുത്തേക്ക് വന്നാണ്ട് പറയും, അവന് മെഡിസിൻ കൊടുക്കും. എന്നിട്ട് ഈ റിൻസ് ചെയ്ത് ഈ ബക്കറ്റിലുള്ള വെള്ളം അവൻ്റെ വായിലോട്ട് ചേച്ച് കൊടുക്കും. അപ്പോൾ അവന് എന്താ പറയുക, അവൻ്റെ ഈ ഒരു ഹെൽപ്ലെസ്നെസ് കാരണം അവനൊരു ചോയ്സ് കൊടുക്കണം. ഒന്നെങ്കിൽ അവൻ ഈ വെള്ളം കുടിച്ചിട്ട് ഈ മെഡിസിൻ എടുക്കണം, അല്ലെങ്കിൽ ഹീ ഷുഡ് സഫർ ദ പെയിൻ. സോ അവനക്ക് വേറൊരു ഓപ്ഷനില്ല, അവനക്ക് ആ ഒരു പെയിൻ സഹിക്കാൻ വയ്യ. സോ ഹീസ് ലൈക്ക് യാ ഐ ടേക്ക് ദാറ്റ്. അങ്ങനെ അവൻ ആ ഒരു വെള്ളം. സോ it's just so disturbing and Stephen King is actually playing with our mind. അവൾ ആ മിസറിയുടെ ലാസ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. And if she reads about Misery's death, there is another scene coming up and I don't want to spoil you. It's not a spoiler, but എല്ലാ സീൻസും ഞാൻ പറഞ്ഞു തന്നാൽ എന്ത് രസമുള്ള. And I don't want to reveal more about those scenes, but when she knows about Misery's death, yeah, യു ക്യാൻ ഇമാജിൻ. കാരണം അത്രയും മിസറിയുമായിട്ട് ഒബ്സസ്ഡ് ആണ്. ഒരു മിസറിനെ അതിൻ്റെ ആ നോവലിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ തന്നെ അത്രയും ദേഷ്യം പിടിച്ച ഒരാൾ മിസറിയുടെ ഡെത്ത് എങ്ങനെ കോപ്പ് ചെയ്യും? സോ I'm so much happy. I'm having a great time with this book. Once I complete, I'll update you more. I'm on page 342. മൊത്തം 365 പേജസ് ആണുള്ളത്. സോ ഐ എം ക്ലോസ് ടു ദ എൻഡിങ്. അവൾക്ക് മിസറിയുടെ റിട്ടേൺ വേണം. അപ്പോൾ മിസറിയുടെ ഒരു ബുക്കും കൂടി, മിസറി റിട്ടേൺ ചെയ്യുന്ന ഒരു ബുക്ക്. സോ അവരോട് പറയും ലൈക്ക് നിനക്ക് ഞാൻ നിന്റെ എസെൻഷ്യൽസ് ഒക്കെ കൊണ്ടുവരാം, നീ ഈ ബുക്ക് എനിക്ക് എഴുതിയിട്ട് തരണം. അപ്പോൾ ഇൻ റിട്ടേൺ അവനെ നന്നായി ട്രീറ്റ് ചെയ്യും, അവനക്ക് വേണ്ട ഫുഡ് കൊടുക്കും, അവനക്ക് മെഡിസിൻ സമയം കിട്ടും. സോ എന്തായാലും നല്ലൊരു ബാർഗെയിൻ അല്ലേ. അപ്പൊ അവനത് ഏറ്റെടുക്കും. ഇതില് ഒരുപാട് ആ ഒരു നോവലിനെ പറ്റിയിട്ട് ഒരുപാടുണ്ട്. ആൻഡ് ടു നോവലിനെ പറ്റി ഒരു ചെറിയ ബ്രീഫ് ഗ്ലിംസ് തരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റീഫൻ കിങ് അത് ഭയങ്കരമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സോ അതൊക്കെ എനിക്ക് എന്താ പറയുക കുറച്ച് ബോറിംഗ് ആയിരുന്നു. ലൈക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഈ ഒരു ടൈപ്പ് റൈറ്റർ ഫോണ്ടില് ഒരുപാട് പേജസ് അങ്ങനെ ഉണ്ട്. സോ അതൊക്കെ കുറച്ചൊക്കെ ബോറിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ ടോട്ടലി അവന്റെ മൈൻഡിൽ വരുന്ന ഒരുപാട് ഇമാജിനേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഇതാണ് സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു ബിഗ് ഡീഫോൾട്ട്. പൊതുവെ ആൾക്കാർ സ്റ്റീഫൻ കിങ് പ്രിഫർ ചെയ്യാത്തൊരു കാരണം സ്റ്റീഫൻ കിങ് ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതിക്കൊണ്ടിരിക്കും.
അത്രയും എത്രത്തോളം ഒരു ബുക്ക് ബിഗ്ഗർ ആക്കാൻ പറ്റും അത്രയും ബിഗ്ഗർ ആക്കുന്ന ഒരാളാണ്. ആൻഡ് ദാറ്റ് ടു അത് ഫോക്കസ്ഡ് ആയിട്ടല്ല, ലൈക്ക് ഒരുപാട് എന്താ പറയുക ചെയിൻ ഓഫ് തോട്ട്സ് ഒക്കെയാണ് എഴുതുന്നത്. ലൈക്ക് ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ചെയിൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ബട്ട് ദെൻ അതുകൊണ്ട് ഫോക്കസിലോട്ടുണ്ട് വരാനാണുള്ള ആ ഒരു സമയം. ആൻഡ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോക്കസിലോട്ടാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. ബട്ട് ദെൻ ഈ ചെയിൻ ഓഫ് തോട്ട്സ് ചിലതൊക്കെ അതിനോട് റിലേറ്റഡ് ആണ്, ബട്ട് ചിലതൊക്കെ എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരാളുടെ തലയിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് വാസ് അൺവാണ്ടഡ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു സീനുണ്ട്, ലൈക്ക് അവനോട് അവള് എഴുതാൻ പറയുമ്പോൾ അവന് വിൽ ബി ലൈക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ വിൽ യു ലീവ് മീ അലോൺ. അപ്പോൾ അവള് വിൽ ബി ലൈക്ക് ഞാൻ ആരാ നിന്നിവിടെ കെട്ടിയിട്ടത്, ആരും ഇവിടെ പ്രിസണർ ആക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ. സോ ആ സീനൊക്കെ ഞാൻ ശരിക്കും വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അവള് കുറച്ച് എന്താ പറയുക സൈക്കോട്ടിക് ആണ് ബട്ട് ഹാർംഫുൾ അല്ല. ബട്ട് ദെൻ ലേറ്റർ ഓൺ നമ്മൾ ലൈക്ക് വിൽ ഗെറ്റ് മോർ അബൌട്ട് ഹെർ ക്യാരക്ടർ. അപ്പം നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല, ലൈക്ക് ഷീ ഈസ് ഹാർംഫുൾ. ആൻഡ് ആനീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ആനി ഈസ് so brilliant. She knows what she is doing, but still അവള് പ്രിറ്റൻഡ് ചെയ്യാണ് ലൈക്ക് ഞാനൊന്നും അങ്ങനെ ഞാൻ ബാഡ് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യാം. പിന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം, അവളെ സോപ്പ് ഇടുന്ന സമയത്തൊക്കെ നന്നായിട്ട് അറിയാം. സോ അതൊന്നും അവളിൽ ഒരിക്കലും വർക്കാവില്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പിന്നെ ഒരു കാര്യം പോളിന് മനസ്സിലായത് എന്താ വെച്ചാല് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല. അവളെ ദേഷ്യം പിടിപ്പിച്ചോ ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് അവനക്ക് എന്തെങ്കിലും അവിടുന്ന് ഒരു എസ്കേപ്പ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് കാലം വീണ്ടെടുക്കും. ആസ് എ ക്യാരക്ടർ ആനി ഡിഡ് ഹെർ ജോബ്. കാരണം ഏറ്റവും വലിയൊരു വില്ലൻ റോള് ഞാൻ ഇതുവരെ വായിച്ചതിൽ ഇത്ര എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഒരു വില്ലൻ ക്യാരക്ടർ ഞാൻ വായിച്ചിട്ടില്ല. സോ ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഗ്രേറ്റ്. Okay, so an update. I finished this and I'm so happy. Like ആ ഒരു എൻഡിങ് ഭയങ്കര സാറ്റിസ്ഫാക്ടറി എൻഡിങ് ആയിരുന്നു. ഏതൊരു റീഡറിനും കിട്ടാവുന്ന അത്ര മാക്സിമം സാറ്റിസ്ഫാക്ടറി എൻഡിങ് ആയിരുന്നു. അൺടിൽ ദ എൻഡ് ലൈക്ക് സ്റ്റീഫൻ കിങ്ങിന്റെ റൈറ്റിംഗ് വാസ് ഫിനോമിനൽ. അപ്പാർട്ട് ഫ്രം ദ ഇമാജിനേഷൻസ് ആൻഡ് ഓൾ, ഐ ഡോണ്ട് തിങ്ക് ഒരു ബിഗിനറിന് ഇത് ഫീസിബിൾ ആണെന്ന്. കാരണം ഒരു ബിഗിനർ ആവുമ്പോൾ അവർക്ക് ഇത് വായിക്കുമ്പോൾ ലൈക്ക് ആ ഒരു ഗ്രിപ്പിംഗ് ഉണ്ടാവണം എന്നില്ല. ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഫാസ്റ്റ് പേസ്ഡ് ബുക്ക്. സോ ഇറ്റ് ടേക്സ് ടൈം ടു ഡ്വെൽ ഓൺ യു. വിൽ ഫീൽ എവറി കൈൻഡ് ഓഫ് ഇമോഷൻസ്. നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ ആ ക്യാരക്ടറിന്റെ പെയിൻ, ആ ക്യാരക്ടറിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, പോളിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പോള് ലൈക്ക് ശരിക്കും മിസറിയിലാണ്. അതേപോലെയാണ് നമ്മൾ ആസ് എ റീഡർ നമ്മളും മിസറിയിലായിരിക്കും. സോ ഈ ടൈറ്റിൽ കൈൻഡ് ഓഫ് മാച്ചസ് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ്സ് എ 4.5 സ്റ്റാർ. ബട്ട് പെറ്റ് സെമെട്രി ഓൾ ടൈം ഫേവറേറ്റ്. സ്റ്റീഫൻ കിങ്ങിന്റെ ഏറ്റവും എന്താ പറയുക ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക്. സോ യുനോ ദിസ് മാൻ ഈസ് എ ജീനിയസ്. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഈ വ്ളോഗ് ഇവിടെ റാപ്പ് ചെയ്യാം. സോ ഞാനിപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് ഇതുപോലെ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റീഡിങ് വ്ളോഗ്സ്. ആൻഡ് ഐ ഡോണ്ട് നോ നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ലൈക്ക് ഞാനിങ്ങനെ ഓരോ വീക്കിലും ഇതുപോലെ വാട്ട് എവർ ലൈബ്രറി ഇഷ്യൂ ചെയ്യുന്ന ബുക്സ് വെച്ചിട്ട് ഇതുപോലെ റീഡിങ് വ്ളോഗ്സ് ചെയ്യണോ അതോ once in a while ചെയ്താൽ മതിയോ എന്നൊക്കെ. If you are enjoying my content, then definitely like, comment, share and subscribe, and I will see you with another vlog. Till then, bye bye and take care.